അപ്പോൾ നമ്മളുടെ ലെറ്റ്സ് പ്ലേ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എൻ്റെ ഒരു ബ്രോ കമൻറ്റ് ചെയ്തു ഞാൻ പറഞ്ഞിരുന്നില്ല ഇന്നലത്തെ എപ്പിസോഡിൽ. അപ്പോൾ 14ത്തെ എപ്പിസോഡാണ്, എല്ലാവരും കട്ടാക്കി സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നലെ ബ്രോ പറഞ്ഞിരുന്നു നമുക്ക് എൻ്റെ വീടിൻ്റെ അടുത്തായിട്ടൊരു സ്ഥലത്ത് റിവർ ഉണ്ടാക്കാൻ ഒരു ബ്രോ കമൻറ്റ് ചെയ്തു. ഞാൻ ഇപ്പോൾ കാണിക്കാം ആളുടെ ഇത്. അപ്പോൾ ഗൈസ്, ആള് കമൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ എനിക്കപ്പോഴാണ് ഒരു ബുദ്ധി ഉദിച്ചത്, അങ്ങനെ ചെയ്താലോ എന്ന്. അപ്പോൾ ഞാൻ ഫുള്ളും റൗണ്ട് ആയിട്ട് ചെയ്യണില്ല, അപ്പം എൻ്റെ വേൾഡിനെ അത് ബാധിക്കും. അതുകൊണ്ട് ഫുള്ളി ഞാൻ റൗണ്ട് ആയിട്ട് ചെയ്യണില്ല, ഒരു കുഞ്ഞ ഭാഗത്ത്. പിന്നെ ഞാൻ കുറേ ഫിഷിങ്ങൊക്കെ ചെയ്യും. എൻ്റെ മുന്നത്തെ ലെറ്റ്സ് പ്ലേയിൽ ആ ഫിഷിങ്ങൊക്കെ ചെയ്യാൻ കുഞ്ഞൊരു പോണ്ട് ഉണ്ടാക്കിയിരുന്നു. ആ പോണ്ടിൽ തന്നെയാണ് ഞാൻ ഫിഷിങ്ങൊക്കെ ചെയ്ത് എൻജാൻമെൻറ്റ് ബുക്കൊക്കെ മേടിച്ചത്. ഇവിടെ ഇപ്പോൾ എനിക്ക് എൻജാൻമെൻറ്റ് ബുക്കും ചിലപ്പോൾ കിട്ടാൻ ലക്ക് ഉണ്ടാവും, പിന്നെ എൻ്റെ ട്രേഡിങ് ഹാളിലും ഉണ്ടാവും. അപ്പം നേരെ നമുക്ക് ഈ വീഡിയോയ്ക്ക് പോവാം. ഗൈസ്, ആദ്യം തന്നെ ഞാൻ എൻ്റെ പട്ടിക്കുട്ടി, എൻ്റെ പെറ്റിനെ മുകളിൽ കയറ്റി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ റെയിലുണ്ടായിരുന്നു, അയൺ ഫാർം ഉണ്ടല്ലോ, അയൺ ഫാർമിൽ റെയിലെടുത്ത് ഇങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. ഞാൻ തൽക്കാലം ഇവനെ നമുക്ക് താഴെറങ്ങാം. അപ്പം ഞാൻ എവിടെ ആയിട്ടാണ് ഉണ്ടാക്കാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ എനിക്കത്ര ഐഡിയ ഒന്നും ഇല്ല. അപ്പോൾ വിചാരിക്കും ഞാൻ എന്തിനാ പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. തൽക്കാലം ഞാൻ ഈ ഇറക്കത്തിൽ ഉണ്ടാക്കണോ അല്ലെങ്കിൽ അപ്പോൾ കിട്ടി ഗൈസ്. എന്താ വെച്ചാൽ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ച് വരണില്ലേ, ഈ വെള്ളം ഞാൻ കൂട്ടി ബക്കറ്റ് കൂട്ടി ഇങ്ങനെ വന്ന് മരത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോയി ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു വലിയ റിവർ ഉണ്ടാക്കും. റിവറല്ല, ഒരു വെള്ളച്ചാട്ടം പോലെ ഉണ്ടാക്കും. എന്നിട്ട് ഇവിടെ ആയിരിക്കും നമ്മുടെ റിവറല്ല, ഒരു വലിയ പോണ്ട് പോലെ വരാൻ പോകുന്നത്. അത്ര നല്ലൊരു ഐഡിയ അല്ലേ നമുക്ക്. അല്ലെങ്കിലും വേൾഡ് സ്പോൺ ആയിത്തന്നൊരു വെള്ളച്ചാട്ടം ഇവിടെ ഓൾറെഡി ഉണ്ട്. അത് നല്ലൊരു ഐഡിയ ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത് തന്നെ മല പോലെ പോകണമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. തൽക്കാലം നമുക്ക് മല പോലെ പോകണ്ട, ഇത് നേരെ ഒരു കുഴി ഒഴിച്ചിട്ട് പോകാം, അതാണ് നല്ലത്. വെള്ളച്ചാട്ടം പോലെ ചിലപ്പോഴേ ആക്കാൻ പറ്റുള്ളൂ. ശരിക്കും ഇതൊരു വെള്ളച്ചാട്ടമാണ്. ഇവിടെ എത്തിയാൽ വെള്ളം നിൽക്കുന്നുണ്ട്, പിന്നെ വെള്ളം ഇങ്ങോട്ട് ഒലിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്കൊരു ബിൽഡ് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ കേവിക്ക് ഒരു ബിൽഡ് ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഗൈസ്, സംഭവം ഇതാണ്. നോക്ക് ഗൈസ്, നോക്ക്. അപ്പോൾ ഇനി നമുക്ക് ഈ മരമൊക്കെ ഇവിടെ വെക്കണമെന്ന് വെച്ചാൽ വേണ്ട. അപ്പം നേരെ നമുക്ക് ഇതുണ്ട് മുറിക്കാം. അപ്പോൾ ഗൈസ്, ഇപ്പം ആദ്യത്തെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടെ കൂടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒരു സ്റ്റൈലിൽ നിൽക്കണ ഒരു റിവർ ഉണ്ടാക്കണം. ആ ബ്രോയോട് ഞാൻ നല്ലതായിട്ട് താങ്ക് യു പറയുന്നുണ്ട്. കാരണം എനിക്കൊരു ഐഡിയ, ആ ബ്രോയിൻ്റെയും പിന്നെ ഇന്ത്യയും കുറച്ച് ഐഡിയ കൂട്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ താങ്ക് യു ബ്രോ. അപ്പോൾ നേരെ നമുക്കിനി ഒരു കുഴി എടുക്കണം. അതിന് എത്ര നേരം എടുക്കാനാവോ? അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ ഇനി കുഴി എടുത്തിട്ട് കാണാം. ഇത് നോക്ക് ഗൈസ്, എന്താന്ന് കുഴിച്ചിട്ട് എൻ്റെ ഇൻവെൻട്രി അങ്ങ് നിറഞ്ഞ് കിടക്കുക. ഇതൊക്കെ വലിച്ചെറിട്ടെ, ഇൻവെൻട്രി വെറും നിറഞ്ഞിരിക്കുക. ഇനി ഇതൊക്കെ എടുക്കുക. അവിടെ തൊട്ട് ഇവിടെ വരെ ഞാൻ ഈ ഡയമണ്ട് പിക്കാക്സ് ഞാൻ ട്രേഡ് ചെയ്ത് കിട്ടിയതാണ്. പിന്നെ എൻ്റെ ട്രേഡിങ് ഹാളിൽ ഡയമണ്ട് ആർമർ 2 എണ്ണം, അതിൽ ഹെൽമെറ്റും പിന്നെ ഇതും മാത്രമേ ഉള്ളൂ. ഇത്രയും പെട്ടെന്ന് സ്റ്റാക്കായ വല്ലാത്ത പണി കേട്ടോ ഗൈസ്. ഇത് ഫോർച്യൂൺ പിക്കാക്സ് ആണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പണി കഴിഞ്ഞതിൻ്റെ. അപ്പം ഇതാണ് ഇനി ആ ഭാഗം കാണിച്ചത് ഞാൻ. ഇനി വെള്ളം നനയ്ക്കൽ എന്നിട്ടൊരു പണിയുണ്ട്, അതിനാണ് ഏറ്റവും കൂടുതൽ പണിപ്പെടുക. ഇനി സാൻഡും കൂടി വേണം. സാൻഡ് എല്ലാം കൂടിക്ക് അവിടുന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് വല്ല കൊണ്ട് വരേണ്ടി വരും. അപ്പോൾ ഇത് സോങ് കാണുന്നവരെ ഞാൻ ഇപ്പോൾ കുളിച്ചിട്ടുണ്ട് തൽക്കാലം. ഇനി ഞാൻ എടുക്കുന്നില്ല. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഡീസ്പോണായി പോവായിരിക്കും അല്ലേ. അങ്ങനെ തന്നെ ഇവിടെ കടിക്കുകയാണെങ്കിൽ ഒരു ലുക്ക് ഉണ്ടാവൂല.
ഇനി നമുക്ക് അവിടെ പോയി സാൻഡ് എടുക്കണം. സാൻഡ് ഇനി എവിടെ നിന്നറിയില്ല ഓടാ. പിന്നെ ഗൈസ് എൻ്റെ സ്ഥലം ആരോ പൊട്ടിച്ചിട്ടുണ്ട്. ആരും അല്ല, ക്രീപ്പറെണ്ണം പൊട്ടിച്ചിട്ടുണ്ട് എൻ്റെ സ്ഥലം. എന്നുവെച്ചാൽ എൻ്റെ വീടിൻ്റെ പകുതി ഭാഗം ക്രീപ്പറെണ്ണം പൊട്ടിച്ച്. എന്നിട്ട് ഞാൻ അത് പെട്ടെന്ന് ശരിയാക്കി വയ്ക്കുകയാണ് ചെയ്ത്. അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ പണിയെ പോവുക. ആ ബ്ലോക്കൊക്കെ അങ്ങനെ തന്നെ വെച്ച് ചില ബ്ലോക്കൊക്കെ പോയി. ആ ബ്ലോക്ക് ഞാൻ പിന്നെയും തിരിച്ച് വെച്ച്. പിന്നെ ഗോൾഡൻ ക്യാരറ്റ് ഇപ്പോൾ നന്നായിട്ട് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഗോൾഡൻ ക്യാരറ്റ് ഉണ്ടാക്കാൻ ഒരു ഗോൾഡ് ഫാർം ഒരു ഗോൾഡ് ഫാർം മതി. ഗോൾഡ് ഫാർം ഉണ്ടാക്കാൻ എളുപ്പമാണ്. എങ്ങനെയെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇവിടെ സൺഫ്ലവറൊക്കെ ഉണ്ട്. പിന്നെ നെതറിൽ പോകണം. ആദ്യം നെതറിൽ പോകാൻ തുടങ്ങണം. എന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഞാൻ നാളെ തൊട്ട് നെതറിൽ പോകാനുള്ള പണികൾ നോക്കണം. 14 എപ്പിസോഡായി. എന്നിട്ട് ഇപ്പോൾ നെതറിൽ ഞാൻ അതുവരെ പോയിട്ടൊന്നുമില്ല. അപ്പോൾ ആ നെതറിൽ പോകണം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നെതറിൽ നമുക്ക് മാപ്പ് വരയ്ക്കാൻ പറ്റൂലേ? ഒക്കെ അറിയില്ല. നെതറിൽ മാപ്പ് വരച്ചിട്ട് നെതറിൽ ഒരു മാപ്പ് ഹാൾ ഉണ്ടാക്കുക അല്ലേ പിന്നെ. അപ്പോൾ ഗൈസ് നേരെ നമുക്ക് ഈ വീടിൻ്റെ മണ്ടയ്ക്ക് പോകണം. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഈ ബ്രോ പറഞ്ഞ പോലെ വല്ല ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ പേര് ഞാൻ നെയിം ബോർഡിൽ എഴുതും. ഒരു ബ്രോ കമൻറ്റ് ചെയ്തിരുന്നു സ്നോവിന്ന്. ആ പേരിനാണ് ഞാൻ എൻ്റെ പട്ടിക്കുട്ടിക്ക് ഇടുന്നത്, സ്നോവിന്ന്. അപ്പോൾ നേരെ നമുക്ക് ഇനി വീടിൻ്റെ മുകളിലേക്ക് പെട്ടെന്ന് പോവാം. ഒരു സ്ഥലത്ത് സ്പാം ചെയ്ത് വെക്കുക. അതാണ് ഇപ്പോൾ എനിക്ക് ആവശ്യം. ഇങ്ങനെ മെല്ലെ മെല്ലെ അറ്റത്തായിട്ട് സ്പാം ചെയ്യുക. ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് ആകെ മാപ്പ് ഹാൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ കഷ്ടപ്പെട്ടുള്ളൂ. ഇങ്ങനെയും ഇപ്പം അതിനേക്കാളും കഷ്ടപ്പെട്ടിട്ട് ഞാൻ നമ്മളെ റിവർ എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഏറ്റവും കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മാപ്പ് ഹാളാണ്. കുഞ്ഞതാണെങ്കിൽ അതിൻ്റെ മാപ്പ് കണ്ടുപിടിക്കാൻ. പക്ഷെ ഇതുണ്ടാക്കാൻ കുറച്ചും കൂടി ടഫായിരുന്നു. ഇതാണ് നമ്മളുടെ സംഭവം റിവർ. ഇതിങ്ങനെ വരലാണ് ഇതിൻ്റെ പണി. കാര്യം മറന്നുപോയി. ഞാൻ പിന്നെ കുറേ മോഡിഫൈവിങ് ഒന്നും ചെയ്തില്ല. കാരണം അത്രയും എനിക്ക് ഇതുണ്ടായിരുന്നില്ല. മോഡിഫൈങ് ചെയ്യാൻ സ്പേസും ഇല്ല. ഈ വീഡിയോ കഴിഞ്ഞിട്ട് വേണം സ്പേസൊക്കെ എടുത്ത് വയ്ക്കാൻ. ഗെയിമിൽ എൻ്റെ ഇൻവെൻട്രിയൊക്കെ ഫുള്ളും സ്പേസ് ഇല്ലാതെ നിൽക്കുകയാണ്. പിന്നെ ട്രേഡ് ചെയ്യണ വില്ലേജേഴ്സിനൊക്കെ ഒന്ന് മാറ്റണം. ഓരിക്ക് വെറുതെ കുറേ പൊട്ട സാധനങ്ങൾ തരാണ്. ഓരി ഒന്ന് മാറ്റണം. അപ്പോൾ ഗൈസ് അയ്യോ ഏതവനാടാ അവിടെ ഉണ്ടാ മോൻ. ഞാൻ പോവാ. അപ്പോൾ ഗൈസ് എനിക്ക് കിട്ടിയത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ട്രീ ഹൗസ് ഇടാം. നമുക്ക് നമ്മുടെ ട്രേഡിങ് ഹാളിലേക്ക് പോവാം. നമ്മളെ ബിൽഡ് ആയവർ ഒന്ന് നമ്മളെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ മാക്സിമം ചെയ്യാൻ നോക്കുന്നതായിരിക്കും. നമ്മൾ അയൺ ഫാം ബ്രേക്ക് ആയോ എന്നൊരു സംശയം. അയൺ ഫാം ബ്രേക്ക് ആയോ എന്ന സംശയം ഗൈസ്. അയൺ ഗോളംസ് ഒക്കെ എവിടെ ഇഷ്ടമുള്ള സ്പോണാവുക. എന്താന്നല്ല ഇവിടെ ഫുള്ളും വില്ലേജസ് ആണ്. മാർക്ക് അങ്ങോട്ട് കൊണ്ടുപോകണ്ട. വില്ലേജസിനെ കൊല്ലും. ഇതൊക്കെ എവിടുന്ന കിട്ടിയെന്ന് വെച്ചാൽ ഡയമണ്ട് ആർമർ ആവാൻ ഇനി അത്ര പാടൊന്നും വേണ്ട. ഞാനില്ലേ ഇതൊക്കെ എടുത്തുണ്ട് വേറെ വില്ലേജസിന് വെച്ച്
അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രേഡിംഗ് ഒക്കെ മാറ്റി ആദ്യം മുതൽ ട്രേഡിങ് തുടങ്ങണം. അതിന് പോയി കിട്ടിയ സാധനങ്ങൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത്രയും സാധനങ്ങളായിട്ട് കിട്ടിയുള്ളത്. ടൂൾസിൽ ഇത്ര, പക്ഷെ ആർമറിൽ ഇത്രയും ആർമർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ എത്ര ഡയമണ്ട് ആർമറാണ് നോക്കി നിങ്ങൾ. ഇതൊക്കെ ഞാൻ എമറാൾഡ് കൊണ്ടൊക്കെ ട്രേഡ് ചെയ്തതാണ്. എമറാൾഡ് എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇവൻ്റെന്ന് ഗ്ലാസ് മേടിച്ച് എമറാൾഡ് മേടിക്കും. ആ എമറാൾഡ് നേരെ ഇതിൻ്റെ നിന്ന് പോയി എമറാൾഡ് ഇങ്ങോട്ട് എനിക്ക് മേടിക്കും. അങ്ങനെയായിരുന്നു ആദ്യം. പിന്നെ ഇത് ഫുള്ള് മാറിപ്പോയി. ഇത് ഞാൻ ഇവനെ വെച്ചെടുത്താൽ അത് നേരെ ഇങ്ങോട്ട് പോവും. ഇത് ഞാൻ അങ്ങോട്ട് വെച്ചെടുത്താൽ ഇത് ഇങ്ങോട്ട് പോകും. അങ്ങനെ ഉള്ളു മാറി തരികിടയെന്ന്. അത് ഞാൻ നൈസായിട്ട് മാറ്റി. പിന്നെ ഇവിടെ സ്റ്റോൺ വെച്ചിരിക്കണമെന്ന് വെച്ചാൽ ഇവിടെ അതിന് പൊട്ടിത്തെറി ഉണ്ടായത്. എൻ്റെ വില്ലേജേഴ്സിനൊന്നും പാവം വില്ലേജേഴ്സിനൊന്നും സംഭവിച്ചില്ല. ഒരുത്തൻ ഡെഡായിട്ടുണ്ട്. മറ്റൊരുക്കൊന്നും കുഴപ്പമില്ല. ആദ്യം ഉണ്ടാവും ഡെഡായി. ടോനെ പിന്നെ കൊണ്ടുവന്ന് അപ്പോൾ ഗായ്സ് നമ്മളുടെ വീടെത്തുള്ളൂ. അപ്പോൾ ഓഫ്ലൈനിൽ ഇരുന്ന് നമ്മൾ ഇതൊക്കെ റെഡിയാക്കും. നമ്മുടെ മോഡിഫൈവിങ് ആണ് ഓഫ്ലൈനിൽ ഇരുന്നിട്ട്. അപ്പോൾ ഗായ്സ് നമ്മുടെ വീടെത്തുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.